ഹലോ ഗൈസ്, ആപ്പിളിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഐഫോൺ 17 സീരീസ് വരെ ലോഞ്ച് ആയല്ലേ. ആളുകൾ ഇപ്പോഴും ഐഫോൺ എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഐഫോണിന്റെ സെക്യൂരിറ്റി എന്നുള്ളത്. 26 വേർഷനാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെയൊക്കെ മുന്നേ തന്നെ 70.3 അപ്ഡേഷനിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ പറ്റി ഇപ്പൊ പറയാൻ കാരണം നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ, എന്തിനാണ് ഐഫോൺ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ ഈ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡും കാര്യങ്ങളും വേറെ ഒരാൾക്ക് അറിയാം. അപ്പൊ ആ ഒരാളെ നമ്മളെ പാസ്വേഡ് വെച്ചിട്ട് നമ്മളെ ലോക്ക് ചേഞ്ച് ആക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആപ്പിൾ ID റീസെറ്റ് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കുന്നതിലൂടെ അവർക്ക് അതിന് സാധിക്കൂല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഓൺ ആക്കുന്നതിലൂടെ നമ്മളെ ഡാറ്റാസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഒരു മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ആക്കുന്ന ടൈമിൽ ആ ഫോൺ ആരുടേതാണോ അവരുടെ ഫേസ് ID ചോദിച്ചു വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കിയാൽ മേ ബി നമ്മളെ ഫേസ് IDക്ക് ഡാമേജോ കാര്യങ്ങളോ പറ്റി കഴിഞ്ഞാൽ നമുക്കും കൂടി ആ ഡാറ്റാസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനോ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ എനാബിൾ ചെയ്യാന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ കാണാൻ പറ്റും ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ഓൺ ആക്കുമ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റും ആ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ. അത് നമുക്ക് എനാബിൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.